ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അത് നമുക്ക് കേട് വരാതെ ഒരു വർഷം വരെ നമുക്കത് എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 7 വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം സൂക്ഷിച്ച് വെക്കണം, എത്ര സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം കേട്ടോ. ഇനി നമുക്കതൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കൊണ്ടുവരണം. അപ്പോൾ ഞാനതവിടെ എല്ലാം വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കി കഴുകി കൊടുന്നതാണ്. നമ്മൾ എല്ലാം കഴുകിയിട്ട് എടുക്കണം. കഴുകിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ നല്ല വെള്ളം അതുമെന്ന് വെള്ളമൊക്കെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ ആണ് ഉപയോഗിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല കോട്ടൻ്റെ തുണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല തുള്ളി വെള്ളം നമുക്ക് ഇതിന്മേൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം ഇല്ലാതെ വേണം നമുക്കത് പേസ്റ്റാക്കി വെക്കാൻ കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നാശമാവും. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് തന്നെ എല്ലാം ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാം വെള്ളം ഞാൻ ഉപ്പെടുത്തിട്ടുണ്ട്. എല്ലാം ക്ലീനായി ഡ്രൈ ആക്കി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പീസാക്കണം. കാരണം ചെറിയ ഈ വെളുത്തുള്ളിക്ക് വലിയതാണ് ആണ്ട, വലിയ സൈസാണ്. ചെറുതാണെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വലിയ പീസായതുകൊണ്ട് തന്നെ ഇത് ഞാൻ 3 അല്ലി ഇതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമ്മൾ തുള്ളി വെള്ളം ഇല്ലാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ചെറിയ പീസ് പോലും ഇല്ലാതെ പേസ്റ്റ് പോലെ ആയി അരിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറുതാക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് വലിപ്പമില്ലാതാണ് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് ഞാനതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ചെറിയ ജാറ് വലിയ ജാറ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ അരിയാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം ജാർ എടുക്കാൻ. തുള്ളി വെള്ളം ജാറിലും ഉണ്ടാവാൻ പാടില്ല. നല്ല തുടച്ച് ക്ലീനാക്കി ഡ്രൈ ആക്കിയിട്ടുള്ള ജാർ എടുത്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അരയുന്നുണ്ടെങ്കിൽ അരയണ ജാറാണെങ്കിൽ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ ജാറുണ്ടെങ്കിൽ അതിൽ കുറേശ്ശെ നിങ്ങൾക്ക് അരച്ചെടുത്താലും മതി. ഇപ്പം ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഇത് ഒറ്റ ട്രിപ്പ് ഇട്ടാൽ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അത് ഫുള്ളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് വെള്ളം ഒന്നും ആഡ് ചെയ്യരുതേ, വെള്ളം തുടിക്കാനേ പാടില്ല. അതിന് ശേഷം ഇതാ അരച്ച് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് പോലെയാണ് അരച്ച് നമുക്ക് ചെറിയ പീസിൻ്റെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ നല്ല അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസൊന്നുമില്ല, നല്ല വെളുത്തുള്ളി പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണാണെങ്കിൽ പോലും അതിന് തുള്ളി വെള്ളം അതുമ്മേൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി നല്ല ഡ്രൈ ആയിട്ട് ഗ്ലാസ് ജാർ എടുക്കുക. പ്ലാസ്റ്റിക്കിനായിട്ട് നല്ലത് എപ്പോഴും ഗ്ലാസ് ആണ്. അപ്പോൾ ഗ്ലാസ് എടുത്തിട്ട് അത് ഇതുപോലെ ഡ്രൈ ആക്കിയ ഗ്ലാസ് ആയിരിക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല, വെള്ളത്തിന് ഒരു നനവ് പോലും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ അരച്ച പേസ്റ്റ് ഒരു ബോട്ടിൽ ഫുള്ള് ആയിട്ട് ബാക്കിയുണ്ടെങ്കിൽ വേറൊരു ചെറിയൊരു ബോട്ടിൽ ഡ്രൈ ആയ ബോട്ടിലിനാക്കിയിട്ട് ആദ്യം യൂസ് ചെയ്യാനെടുക്കുന്ന ബോട്ടിൽ താഴെ വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിൻ്റെ താഴെ വയ്ക്കുക. ഒരു ബോട്ടിൽ പിന്നെ ഫ്രീസറിൽ വയ്ക്കുക. പിന്നെ അത് ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഫ്രീസറിനടുത്ത് താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഈ കറക്റ്റ് ഈ ബോട്ടിലേക്കുള്ളതാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാം. ഓയിൽ പ്യൂർ സൺഫ്ലവർ ഓയിലാവണം, വേറെ ഓയിലൊന്നും യൂസ് ചെയ്യരുത്. ഇനി അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കറിയിലൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇടും. അപ്പോൾ ഈ കറി പേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ കറിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. കാരണം പേസ്റ്റിൽ കുറച്ചൊരു ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കറിയിലിടുമ്പോൾ നോക്കി ഇട്ട് കൊടുക്കാൻ മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഇത് സ്ട്രെയിറ്റ് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അരച്ചതിന് ശേഷം വേറെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആ ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതേപോലത്തെ ഒരു കുപ്പി ബോട്ടിലേക്ക് ആക്കി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനതിന് ഈസിലേക്ക് വേണ്ടി സ്ട്രെയിറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇനി നമ്മളിത് എടുക്കുന്ന സമയത്ത് കറിയിലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരു സ്പൂൺ ഉപയോഗിക്കുമ്പോൾ പോലും ആ സ്പൂണിൽ തരി വെള്ളമാവാതെ ഈ ബോട്ടിലേക്ക് തരി വെള്ളമാവാതെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഒരു വർഷം വരെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.